യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി, നിങ്ങളുടെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരി കുരിശിൽ യേശുക്രിസ്തു മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ, ആ സ്നേഹം തിരിച്ചറിയുകയാണെങ്കിൽ, ഏത് രാഷ്ട്രീയ പ്രവർത്തകർ, ഏത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്റെ പാപത്തിനെയാണ് നിങ്ങളും ചെയ്ത പാപത്തിന് വേണ്ടി ഞാൻ ക്രൂശിലേൽക്കാമെന്ന് ഒരു നേതാവും ഒരിക്കലും ഒരു രാജ്യത്തും ഒരു സമയത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന യേശുക്രിസ്തു എന്റെ പാപത്തിന്, നിങ്ങൾ ചെയ്ത പാപത്തിന് ഞാൻ ക്രൂശിലേൽക്കുന്നു. കർത്താവ് മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ചിലപ്പോൾ ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ വഴിയോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ അല്ല സുവിശേഷം പറയുന്നവരെ പലരും കളിയാക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഇതേ അവസ്ഥ ഞങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും കളിയാക്കിക്കും, എന്ത് വേണമെങ്കിലും. പക്ഷേ ഈ സുവിശേഷം ഇവിടെ വേണമെങ്കിലും മറ്റൊരു ജംഗ്ഷനിൽ ഇപ്പോൾ ഞങ്ങളുടെ സുവിശേഷം പറയുവാൻ ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അതാണ്. കാരണം ഞങ്ങൾ അറിഞ്ഞ സന്തോഷം, ഞങ്ങൾ അറിഞ്ഞ സത്യം മറ്റൊരുത്തരെയും അറിയിക്കുകയും അവൻ ആ രക്ഷയുടെ അനുഭവത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. അത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ദൈവം ഞങ്ങളോട് ഒരിക്കൽ ചോദിക്കും. ആമേൻ. ഇന്ന് രാവിലെ മാരാരിക്കുളത്ത് ഒരു 10 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച് ആ ദേശത്ത് വിവിധ സ്ഥലങ്ങളിലെ പരസ്യയോഗങ്ങളും ഭവന സന്ദർശനങ്ങളും ലഘുലേഖകളും ഞങ്ങൾ അവിടെ കൊടുക്കുവാനായിട്ടുണ്ടായി. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കമാണ് ഇവിടെയായിട്ട്. രാവിലെ അവിടുന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച ആ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ റാലി, അതിൻ്റെ ഒരു വാഹനമാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയ തൈക്കൽ ദേശനിവാസികൾ, ഞങ്ങളിൽ മുമ്പ് നിങ്ങളും ഈ സുവിശേഷം ചിലപ്പോൾ പല വ്യക്തികളും പല ദേവദാസന്മാരും നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാകും, ട്രാക്റ്റുകൾ തന്നിട്ടുണ്ടാകാം. ഒന്ന് വായിച്ചു നോക്കുക. പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് പറഞ്ഞു വിടുവാനായിട്ടിടയായി തീർന്നത് പാപിയായ മനുഷ്യനെ സ്നേഹിക്കുവാനും അവനിലുള്ള പാപത്തെ വെറുക്കുവാനും ആ പാപ വിമുക്തനാക്കുവാനുമായിട്ടുമാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നത്. ആ യേശുക്രിസ്തുവെയാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ആമേൻ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എല്ലാവരും ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതാണ് ശരി. ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, ക്രിസ്തു എല്ലാത്തിലും മാതൃക കാണിച്ചു വെച്ചിട്ട് ആ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് അവൻ കടന്നുപോയി. അവൻ പോയതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. സമയം അത് വിളിച്ചറിയിക്കുക. ഈ ഭൂമിയുടെ ആരംഭം, ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചപ്പോൾ സകല ആ ചന്ദ്രനെയും ഗോളങ്ങളെയും അത് എവിടെ നിർത്തിയോ, എങ്ങനെ കറങ്ങാൻ പറഞ്ഞുവോ അതേപോലെ അതിനെ ഒരു മാറ്റവും വരുത്താതെ വണ്ണം ആ പ്രപഞ്ചം അങ്ങനെ തന്നെ വ്യതിചലിക്കുന്നുവെങ്കിൽ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ മാത്രം ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ മക്കള് നമ്മൾ നമ്മൾ പറയുന്ന വഴിയിലൂടെ പോകണമെന്നാണ് മാതാപിതാക്കൾക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ തന്നെയാണ് എല്ലാവരും, ജാതി മത ഭേദമന്യുള്ള എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. പക്ഷേ മാതാപിതാക്കൾ പറയുന്ന, ആ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന വഴിയിൽ നിന്ന് തൻ്റെ മക്കൾ മാറിപ്പോയി കഴിഞ്ഞാൽ ആ